ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്യാഴാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ബുധനാഴ്ചത്തെ വീഡിയോയിൽ തന്നെ മരുന്നുണ്ടാക്കുന്നതൊക്കെ കാട്ടി തന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ വ്യാഴാഴ്ച രാവിലെ മരുന്നൊക്കെ ഒന്ന് ബോട്ടിലാക്കണം. അതിന് ബോട്ടിലൊക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അനിയത്തി ഹാഫ് മൂണിനുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ മാവൊക്കെ ഓള് സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം മരുന്നൊക്കെ ഒന്ന് ബോട്ടിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നാലേ നമ്മൾ ഉരുളിനെ പുറത്തേക്ക് അങ്ങ് മാറ്റാൻ വേണ്ടി പറ്റും. എന്നാലേ കഴുകിയിട്ട് അതൊരു ഭാഗത്ത് വെച്ചാൽ ഇവിടെ ഒരു സൗകര്യം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമ്പം കാലിൽ ഒരു തടസ്സം പോലെയാണ് ഉരുളി അവിടെ വെച്ചാൽ. അതുകൊണ്ട് രാവിലെ തന്നെ ഫസ്റ്റ് ഇതൊക്കെ ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കും. അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ അതൊന്നൊരു സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അങ്ങനെ സ്പാച്ചിലുകൊണ്ട് ഞാൻ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും എനിക്കുണ്ടാകണം. എല്ലാവരെയും പോലെ തന്നെ ഒരു പ്ലേ ബട്ടണിലേക്കാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എനിക്കൊരു പ്ലേ ബട്ടൺ വാങ്ങിത്തരാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു 100Kയിലേക്ക് എന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. നിങ്ങളെല്ലാവരും എന്തായാലും എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര വരെ നിങ്ങൾ എത്തിച്ചില്ലേ, ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ ബോട്ടിലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം മൂടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർഡർ വന്നതാണ്, എല്ലാം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്താക്കിയതിന് ശേഷമാണ് സമയം ഒരുപാട് ലേറ്റ് ആയിന്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് ഒരു 9:30 മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് വന്നത്. അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബോട്ടിലൊക്കെ ആക്കി അതൊക്കെ റെഡി ആയതിന് ശേഷമാണ് ഇതാ നാസ്ത ഉണ്ടാക്കുന്നത്. ദോശ ചൂടാന്ന് വിചാരിച്ചു. എല്ലാവരും നാസ്തയൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. സ്കൂളുണ്ടായിരുന്നല്ലോ വ്യാഴാഴ്ച. ഉച്ചക്കേക്കുള്ള ചോറും കറിയും വറവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സ്കൂളിലേക്ക് എല്ലാവരും കൊണ്ടുപോയിട്ടുമുണ്ട്. പിന്നെ ഇതാ നാസ്ത എല്ലാവരും കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഉപ്പാക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. പച്ചരിയും കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നാൽ ദോശ പാനിന് നെയ്യ് തേച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓരോന്നും ചുട്ടെടുക്കാൻ വേണ്ടി വേഗം പറ്റും, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അങ്ങനെ ദോശയൊക്കെ ചുട്ട് നാസ്ത കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. കാരണം എന്ന് വെച്ചാൽ വ്യാഴാഴ്ച മുതൽ ഞാൻ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 11:30 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ കറക്റ്റ് ടൈമാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം പോകാൻ വേണ്ടി വിടൂല. അപ്പോൾ അത് ചീത്ത പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. വേഗം അവിടേക്ക് നാസ്തയും കഴിച്ചിട്ട് പോയി. ഈ മെഷീനിലാണ് എൻ്റെ കാല് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ഗവൺമെന്റിൻ്റെതായതുകൊണ്ട് തന്നെ പൈസയൊന്നും വേണ്ട, ഒരു കാർഡ് റെഡിയാക്കി എടുത്താൽ മതി. ഇങ്ങനത്തെ സംഭവമൊക്കെ എൻ്റെ നാട്ടിലുള്ളത് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഓരോന്നും നമുക്ക് സംഭവിക്കുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയതിന് ശേഷം ഇതാ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം വേഗം ഞാൻ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കുകയായിരുന്നു. എല്ലാ വീഡിയോസിൻ്റെ അടിയിലും കമൻറ്റ് വരാറുണ്ട്, നിങ്ങൾ ഏതിലാണ് ഡിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. ചിക്കൻ റോൾ ആയാലും കട്ട്ലറ്റ് ആയാലും ഹാഫ് മൂൺ ആയാലും ഇതൊക്കെ ഏതിലാണ് ഡിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ മുട്ടയിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും. മൈദ ലൂസായിട്ടങ്ങ് അതിലാണ് പിന്നെ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം എണ്ണ പതഞ്ഞ് വരില്ല. മുട്ടയിലാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണ നല്ല പോലെ പതഞ്ഞ് വരും. ഒരു 2 പ്രാവശ്യമൊക്കെ നല്ല വൃത്തിയിൽ ഇടാൻ വേണ്ടി പറ്റും. അതിന് ശേഷം പിന്നെ എണ്ണ ഫുള്ളൊരു പതയും നേരെയും അങ്ങനെയായിട്ടായിരിക്കും ഉണ്ടാൽ. മൈദയിൽ ഡിപ്പ് ചെയ്താൽ ആ പ്രശ്നം ഇല്ലാണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മൈദയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാറ്. അതിൻ്റെ ഇടയിൽ ഇത് അനിയത്തി ഇറച്ചിയട റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട്ലറ്റും റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ചെറിയ സൈസ് കവറാണ്. അതിൽ ഒരു 9 എണ്ണ കൊള്ളൂലോ, മറ്റേതിൽ 16 എണ്ണം കൊള്ളും. അങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. 25 എണ്ണം വേണ്ടതാണിത്. അപ്പോൾ 2 പാക്കാക്കിയിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. പിന്നെ ഇതാ ഇറച്ചിയടയൊക്കെ അനിയത്തി അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ നമ്മുടെ ഒരു ഓർഡർ കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് അത് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അടുത്ത പരിപാടി കുംസ് ചൂടാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു സാധാ മുട്ടക്കുംസും 3 ക്യാരറ്റുംസും വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുട്ടക്കുംസിന് വേണ്ടിയിട്ടില്ല ബാറ്റർ റെഡിയാക്കി എടുക്കുകയായിരുന്നു. മുട്ടക്കുംസ് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ
പിന്നെ എൻ്റെ ഷോർട്സ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. കുറച്ച് ഒരു 2-3 മാസം മുന്നേ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ബേക്കിംഗ് പൗഡറോ അപ്പക്കാരോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ ഇതാ ഞാൻ മുട്ടക്കുംസിന് വേണ്ടിയിട്ട് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഹസ്ബൻഡിന് ചായൻ്റെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങുന്നുണ്ട്. വേഗം എളുപ്പത്തിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ്. അതിനുശേഷം ഇതാ ഞാൻ പിന്നെ ക്യാരറ്റുംസിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് മിക്സിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. മുട്ടയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇതാ ക്യാരറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അടുപ്പിനും വെച്ചാൽ വേഗമാകുമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രം കൂടി എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റുംസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മുട്ടക്കുംസിൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ ഭാഗത്ത് ഇതാ ക്യാരറ്റുംസിന് വേണ്ടിയിട്ടും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡിന് ചായ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കടിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. മുട്ടയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഒരു റോള് കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഞാൻ പിന്നെ റോളും കൂട്ടി ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് വേഗം ചായ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ റോളും കൂട്ടിയിട്ട് എൻ്റെ ചായ കൂടി കഴിഞ്ഞ് എന്നിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 കുംസും ആ സമയം കൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതാ ഒരു കുംസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് മറിച്ചിട്ടിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ബർക്കത്തും ഉണ്ട് സംഭവം. അങ്ങനെ ഇതാ അടുത്ത കുംസിന് ഞാൻ കുറച്ച് മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കുംസ് ഇതാ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ക്യാരറ്റുംസ്. പിന്നെ 3 ക്യാരറ്റുംസ് അല്ലേ വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ക്യാരറ്റുംസ് ഒഴിച്ച് മൂന്നാമത്തേൻ്റെ ബാറ്റർ ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഈ ബാറ്ററും കൂടെ റെഡിയാക്കിയിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് വേഗം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പണിയൊക്കെ ചെയ്യുന്ന നിങ്ങളെന്തിനാണ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. എല്ലാ പണികളും ഞാൻ എടുക്കുന്നതും കാണുന്നുണ്ട്, ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുന്നതെന്നൊക്കെ പറയുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് എനിക്കറിയാം. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ താഴെ കമൻറ്റ് എന്താണെന്ന് നിങ്ങളെ പ്രോബ്ലം എന്ന് ശരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനത്തെ സംശയം ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇതാ ഞാൻ ബ്രെഡൊക്കെ പൊടിച്ചിട്ട് അതൊരു കൊട്ടയിലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ കവറിൽ തന്നെ ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ഞാൻ മാറ്റി ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്ന് വൃത്തിയായി കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ്. ഞാനതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അനിയത്തി ഇതാ ബ്രെഡ് സമൂസ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് സമൂസ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾ ഏത് ബ്രെഡാണ് വാങ്ങുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. ഞങ്ങൾ വാങ്ങുന്ന ബ്രെഡ് ഇന്നതാണെന്നൊന്നും ഇല്ല, ഏത് ബ്രെഡും ഞങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യും. ഇന്ന സാധനം കൊണ്ടാക്കിയാലേ എല്ലാം റെഡിയാകുന്നില്ലൊരു ഇത് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് ഐറ്റംസും ഞങ്ങളെ ഇതിലേക്ക് പൊരുത്തപ്പെടിച്ച് കൊണ്ടുവരലാണ്. അപ്പോൾ തന്നെ എല്ലാം ശരിയായി കിട്ടും. അല്ലാത്തത്തോളം നമുക്ക് എപ്പോഴും ഫാൾട്ട് സംഭവിക്കും. നമ്മൾ അത് കിട്ടിയിട്ടാ ഇത് കിട്ടിയിട്ടാ ഞങ്ങൾ അതല്ല വിചാരിച്ചെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏത് ഐറ്റംസ് വാങ്ങിയാലും നമ്മളെ ലെവലിലേക്ക് അതിനെത്തിക്കലാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അങ്ങനെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ കുംസൊക്കെ റെഡി ആയിട്ട് അതെല്ലാം പിന്നെ റാപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവർ 1 കിലോ മരുന്ന് കൂടി വേണമെന്ന് പറഞ്ഞിന്. അങ്ങനെ എല്ലാം കൂടിയിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ബാക്കി പണി തുടങ്ങുന്നത്. പിന്നെ കീമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ബീഫ് കീമ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നല്ല പോലെ ഒന്ന് വഴഞ്ഞു വരുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 2 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതും അത്യാവശ്യം ഒന്ന് വഴഞ്ഞു വന്നാൽ അതിലേക്ക് കുറച്ച് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 2 സ്പൂണ് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. 1.5 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിയിട്ട് അതിൻ്റെ തക്കാളിയും ഇതൊക്കെ നല്ല പോലെ ഒന്ന് അടച്ചെടുക്കണം. അതിനുശേഷം ഇതാ ഞങ്ങൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ബീഫ്, എല്ലൊന്നും ഇല്ലാത്ത ബീഫ് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കൂടി വേവിച്ചെടുത്തത് അതും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അവിടെ അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം
സമയം കൊണ്ട് നമുക്ക് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ പരത്തിയിട്ടൊന്നുമില്ല. ഇപ്പം സുഖമില്ലാണ്ടായതിന് ശേഷം ഇതുപോലെ പരത്താൻ നോക്കിയിട്ടില്ല. ആദ്യം ഞാൻ പരത്താൻ വേണ്ടി കീയുമ്പം എന്നോട് പറഞ്ഞു ഞാൻ പരത്തി തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കറിയൊന്നും ചെയ്യില്ല, എന്നാലും പരത്താൻ പറ്റുമോ നോക്കുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ തന്നെ പരത്തിയെടുത്ത് ചപ്പാത്തിക്കൊക്കെ. പിന്നെ അതൊക്കെ അനിയത്തി ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഹസ്ബൻഡ് പിന്നെ സലാഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കീമ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയാൽ നമ്മുടെ അടിപൊളി ബീഫ് കീമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. കീമൻ്റെ മെഷീനിലൊക്കെ ഇട്ടിട്ട് അത് കട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിനി. പിന്നെ എൻ്റെ കയ്യിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ മെഷീനൊന്നും വലിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഭയങ്കര വെയിറ്റ് ഉണ്ട് ആ മെഷീനൊക്കെ. അതുകൊണ്ടാണ് പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് കാണിച്ചത്. ഇതാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയും ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചപ്പാത്തിയും കീമയും സലാഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.